ഹലോ ഗൈസ്, നമ്മളിന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ മുക്കിലും മൂലയും നമ്മളെ കയ്യും കാലം എത്തണം. ഇപ്പം മേലെ എന്നുള്ള സർക്കസാണ്, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ കഴിഞ്ഞ കഥ. അപ്പോൾ ഞാനത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പെയിൻറ്റ് പണിയെ കുറിച്ച് ഓർമ്മ വന്നത്. പണ്ട് നമ്മൾ പോയെന്ന വർക്കണ്ട, അപ്പോൾ അതൊന്ന് പൊടി തട്ടി എടുക്കാൻ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മറന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ വർക്കല്ലെങ്കിൽ ആ വർക്കിന് നമുക്ക് കയറാം, നമ്മളെ ഗുരുത് കാണാണ്ടിരിക്കില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തിട്ടാ. എന്റെ മുത്തച്ഛൻ കോപ്പൻ, അയാള് പണിത വീടാത്രേ. അന്നേ രണ്ട് ഉത്തരവും ഇതിന്ന് ഒരു തൂണും അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന് ഈ യക്ഷിപ്പറമ്പ് തൂക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിയാനായിട്ട് ലാസ്റ്റത്തെ മിനുക്ക് പണികളാണ് ഈ കാണുന്നത്. നമ്മളെ കയ്യും കാലൊക്കെ എല്ലാം മുക്കിലും മൂലയിൽ എത്തുന്നുണ്ട്, വെറും പ്രഹസനം മാത്രം. അങ്ങനെ അവസാനത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്, സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. വെള്ള വീട്ടിൽ ക്ലീനിങ് സർവീസ് എന്നാണ് പേര്. അപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കാണുന്ന മുതൽ നേരെ ഇതിൻ്റെ മണ്ടയിൽ ഫിറ്റ് ചെയ്യണം കേട്ടോ. അതെന്ത് ചെയ്യും അങ്ങനെ ചെയ്യുന്ന ഒരു ഐഡിയ അല്ല. അപ്പോൾ കുറേ നേരം അതൊക്കെ സെറ്റ് ചെയ്ത് നോക്കി, ഒരു രക്ഷയല്ല. അപ്പം എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നി, അതാണ് ഇനി ചെയ്യാൻ പോണത്. എന്തുവാടാ ഈ ആയുധം? ഇതെന്താ പാറ്റന്റാക്കോ? അങ്ങനെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നമ്മളത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ആന പിടിച്ചാൽ പോരില്ല, അത്രയും പെർഫെക്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ടാസ്ക് എന്താ വെച്ചാൽ നമ്മൾ ആ സൈഡൊക്കെ ഒന്ന് മറച്ച് സെറ്റാക്കി കൊടുക്കണം. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ.